ബ്രദർ കുറച്ചുകൂടി ഒഴിക്കട്ടെ? ആ കുറച്ച് കഞ്ഞോളൂ ഒഴിച്ചോ. കുറച്ചുകൂടി. ഹലോ. എൻ്റെ സാറേ, സാറിത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യാന്നറിയോ? അത് ഞാൻ ഈ മണിമല പള്ളിയിലാണ്. ഇവിടെ റേഞ്ച് ഇച്ചിരി കുറവാ. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. അവിടെ എന്താ വിശേഷം? സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ സൈമണയും പിള്ളേരെയും പോലീസ് പോക്കി. ഒന്നുമില്ല, പിള്ളേരെല്ലാം കൂടെ റോഡിൽ ഡാൻസ് കളിച്ചു. അപ്പോൾ ഒരു ശേഖല നേരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്കായി. അത്രേ ഉള്ളൂ. മന്ത്രി? നമ്മുടെ SI സത്യനാ പൊക്കിയത്. സാറിന് വിളിച്ചു പറഞ്ഞാൽ. ഒരു കാര്യം ചെയ്യും, ഞാൻ സത്യനെ വിളിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സർ. നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു ഗതിയാക്കും. ഒന്ന് പോവോ സാറേ? CI ഇയാൾക്കത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻ സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എവിടെ വെച്ചാ കുട്ടി മിസ്സായത്? ഓവർ ബ്രിഡ്ജിന് അടുത്ത് വെച്ച് സാറേ. മോളെ കാറിലെടുത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്തതാ. പിന്നെ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ഇല്ലാതെ പറ്റില്ല സാറേ. നമുക്ക് അന്വേഷിക്കാം. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിലെ. പാവല്ലേ യൂണിഫോമിലായി. സെൽഫി ആയിരിക്കും. ആദ്യം അവന്റെ തന്തയെ പിടിച്ച് അകത്തിടാം. അപ്പം വരും. തന്തയെ കുറെ കാലമായിട്ട് കാണാനില്ല. അതിന് സാറേ കോഴി കൂടോടെ ഉണ്ട്. വൈഫൈ ഉണ്ടോ അവിടെ? വൈഫൈ ഇന്നാ എന്താടാ അത് സാറേ വൈഫൈ ഉണ്ടോ ഇവിടെ? പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വൈഫൈ ചോദിക്കുന്നടാ പട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദ് സാറേ, യുവമാരാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരാടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിണിക്കുന്നത്? ചെള്ള അടിച്ച് പൊട്ടിച്ചളയും. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റ് സാർ. ഏത് രാജ്യത്തിന്റെ? സാറേ വിജയ് ഫാൻസ് ബിയോപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ? ഗില്ലി യൂണിറ്റ്. നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുകടാ. പ്രസിഡന്റാടാ. സാറേ നൗഷാദ് വേദനിക്കുന്നുണ്ട് സാർ. ഹാങ് ചെയ്തോ സാറേ? എന്തോടാ നിന്റെ പണി? പൊട്ടാഷനാ? വിജയ് രസീമൻ പലർക്കടേ സാറേ. അതിനെന്തിനാടാ ഇത്രയും മസില്? അവൻ വിജയുടെ ബോഡി ഗാർഡ് ആവാനാ. നിന്നോട് ചോദിച്ചാടാ? അല്ല, പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല, ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താടാ ഇതിൽ കാര്യം? ഞാൻ അവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സാറോന്ന് കേറാ മോനെ. വാടച്ചോടാ. അല്ല പുലാതി സാർ, നീ ആരടാ? അമിതാഭ് ബച്ചനാ? ബട്ടൺ സിറാ? എന്റെ ഫ്രണ്ട്സ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും. ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തൊലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിന് എന്തോ കിട്ടാനാടാ? അല്ല, CA സാർ വിളിച്ചായിരുന്നോ? അയാൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോ എല്ലാവരെയും പോ. പിന്നെ നീ നിന്നെ CA ഞാൻ ഇയാളെന്ന് വിളിച്ച കാര്യം നീ അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നീ വേണേ ബട്ടൺസ് ഒക്കെ ഊരി കിട്ടോ. ചെൽ. സാറൊന്നേ. സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനല്ലേ? ഒരു സിനിമ നടനെയൊക്കെ ആരാധിക്കാന്ന് വെച്ചാ. ഒരു സെക്കൻഡ്. ഭാര്യ പറയടേ. ഭരണി പൂജയെ നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? വരാന്ന് പറഞ്ഞില്ലേ? ശരി. ഓക്കെ. എന്നാ പേന ആള് പോയാ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴൻ വരച്ച ഒരു പടം. അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും,
പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സാർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. അതിന് ഈ ഓട്ടോക്കാരൻ, പാവപ്പെട്ടവൻ, മന്ത്രി, കിന്ത്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. അപ്പൊ പാക്കല സാർ, വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഇത്ര വലിയ ആള്. പോക്കിരി റീ റിലീസ്, യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ്, എല്ലാം വെറുതെ ആയി. ഇവർക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീരിയസ് ഡിസ്കഷൻ. ഇവിടെ മനുഷ്യ ഇവിടെ ഭ്രാന്ത് പിടിച്ചാ അവൻ്റെ ഒരു ക്രിക്കറ്റ് കളി. പോലീസ് കേസായ കാര്യം നൗഷാദ് ചെന്നൈയിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതോടെ ഫോട്ടോഷൂട്ടും ഗോവിന്ദ. സ്റ്റേഷനിൽ കയറിയതും പറഞ്ഞു കൊടുത്തു അണ്ണാ. അണ്ണൻ പനീർ സാറിനെ വിളി. എടാ പനീർ സാറൊന്നും നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ. ഇത് ആരുടെ ഈ പനീർ സാറ്? കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇക്ക അയാളെന്ന് വിളിക്കാൻ ചെയ്യല്, മര്യാദ കൊടുക്കണം. വിജയന്റെ സെക്രട്ടറിയാ പനീർ സാർ. ആരുടെ? വിജയന്റെ സെക്രട്ടറിയാ? കഷ്ടം. ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുതൽ. ശരിയാ, നമുക്ക് ഇയാൾ കട്ട് ചെയ്താലും. ഓവറായാൽ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. 12 കഴിഞ്ഞു. നീ എൻ്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരിയല്ലേ, തെറ്റാമൊഴിയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ തെറ്റാണ്. ഹലോ എടാ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ബിജു, ഇതാ പോലീസ് സ്റ്റേഷൻ ഇരുന്നില്ലടാ. ആ എടാ, ഈ വലതുവശത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങ വന്നേ. നീ ഇനിയിപ്പോ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ, ഒരു ഗണപതിയല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം സിംഗസുനി വരുന്നു. എന്തോടാ ഗണപതിയൊക്കെ ആയിട്ട്? എസ് എ എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്കി റിലീസ് പാളിന്നേട്ടല്ല. ഓ, അലമ്പൊന്നും ആയില്ല. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നേനെ? പിന്നെ ഇവന്റെ മാമന്റെ മാമോസിക്ക് വരില്ല സൂര്യന്റെ പണി. ഒന്ന് പോടാ അളിയ, രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട, ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്. എന്തായാലും വൈകുന്നേരം മാമോദിസിക്കുക. എടാ അടിച്ചിട്ട് വരിക. മുന്നേ 2 കിട്ടുവോ? എടാ സൈമ, നമുക്ക് സൂര്യപാനായല്ലോ. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. തരാം. എടാ ബിജുവേ, എടാ ബിജുവേ, യെസ് ഡാഡ്. എടാ ഇങ്ങോട്ടൊന്ന് വാടാ. ഡാഡി വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി? നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ, വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94-ാം വയസ്സിൽ. തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അனுப்புമ്പോൾ ഗാന്ധിക്ക് വയസ്സ്. എടാ, ഗാന്ധിക്ക് വയസ്സ് എത്ര? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങ ഇരിക്കെ ഇങ്ങ. മദനകാമേശ്വരൻ കറക്റ്റാ. അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവണുണ്ടല്ലോടാ. അതും ശരിയാണല്ലോടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റൂ. ആ പറടി. വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. ആ വരും വരും വരും.
മോളെ കൊടുക്കണ്ട നീ വരും എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ് വരും. ആ ആ ഉമ്മ വേണ്ട മീറ്റിംഗില്ലേ? എന്ത് മീറ്റിംഗ്? ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ? பெண்ணே எந்தன் கண்ணை பார் உள்ளே லட்சம் வெண்ணிலா உந்தன் கண்கள் என்னை கண்டதும் லட்சங்கள் கோடியாய் மாறுதம்மா அடி போனது എവന്റെ ഈ പാട്ടും കുത്തും മേലെ ഈ വീട്ടിൽ വെച്ചു പോരുന്നു. ഒരുത്തനോ നശിച്ചു. ഇനി നീയും തുടങ്ങിക്കോ. ഞാൻ അവിടെ മീൻ കഴി വെച്ചിട്ടുണ്ട്, നീ പോയി കറി വെച്ചേ. എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്. അമ്മ എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്ന് TV കാണുകയല്ലായിരുന്നോ? കറി വെക്കാൻ പറഞ്ഞപ്പോ അവളുടെ ഒരു അസൈൻമെന്റ് സത്യമായിട്ട് എഴുതാനുണ്ട് അമ്മ. ഡീ എഴിച്ചു പൊടി, പോയി കറി വെക്കടി. അമ്മ അമ്മ ഉണ്ണീശോയെ മാതാവേ ഔസേപ്പിതാവേ രക്ഷിക്കണേ. പുൽക്കൂട്ടിലിടയൻ കാവൽ മുലകമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മേ പാൽ. ഓക്കെ അമ്മേ പാൽ. നിക്കടാ അവിടെ. എവിടായിരുന്നടാ നീ ഈ 3 ദിവസം? പോക്കിരി റീ റിലീസ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 27 വയസ്സ് തികഞ്ഞു നിനക്ക് അറിയോ? നിന്റെ കൂടെ പഠിച്ച ജോർജും വിപിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും PSC ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ, അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയായമ്മ. ആ കുട്ടിയായി. എന്തു കുട്ടി? സൈമ, നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മാന്ന് വിളിച്ചേ. ഇങ്ങോട്ട് മൂത്തോക്കി വിളിയടാ. അമ്മ ഇക്കടാ അവിടെ. നെഞ്ചിനോട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച്. കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയും മുളകും വേടി. കഴിച്ചിട്ട് വന്ന് നന്നായി. ഊതടാ ഊത്. നിന്നോടാ പറഞ്ഞ ഊതാൻ. ഊത്, ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പൊയ്ക്കോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിന് ഒറ്റ കൊടുത്ത നീചനായ യൂദാസാണ് ഞാൻ. എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ ചെങ്കോൽ? എവിടെ എന്റെ ചെങ്കോൽ? ആരെവിടെ? ആരെവിടെ? ഉടൻ തന്നെ 101 ആനകളെയും 101 കുതിരകളെയും 101 കുതിരകളെയും അണിനിരക്കുവിൻ. എങ്ങനെയാണ് ഇത്തരത്തെ കലാപ്രതിഭ? മോളെ തെറി ബേബി. മോളെ വേട്ടക്കാരൻ. അത് ഉങ്ങൾക്കെല്ലാം പോലീസ്കാരൻ പറ്റാതടാ. വേട്ടക്കാരൻ കാണാൻ വേണോ? നെക്സ്റ്റ് പോക്കിരി. വാട്ടി മുടി பண்ணிட்டானா என் பேச்சு நானே கேட்க மாட்டேன். പൊളിച്ച്. നീ പ്രതിഭയല്ല, കലാപ്രതിഭ. അപ്പന്റെ വില കാത്തിന്. കൊള്ളാലോടെ ഗണേശ, കൊച്ചിന്റെ സ്റ്റാർ സിംഗിലോട്ട് ഫ്ലാറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്നു മൂസാക്ക, നമുക്ക് ഈ ഫ്ലാറ്റിൽ കിടന്ന് ഉറക്കൊന്നും വരത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. അതിന് നീ ഏത് ഫ്ലാറ്റിലാണ് കിടന്നുറങ്ങിയത്? അങ്ങനെയൊന്നുമില്ല, ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ലേലും ഇങ്ങനെ മണ്ടന സ്റ്റാർ സിംഗർ പാട്ടുകാർക്കുള്ളതാ, അല്ലാതെ അഭിനയിക്കുന്നവർക്കല്ല. അതൊക്കെ വേറെ പരടി. ഒന്ന് പോടാ, എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് വിജയന്റെ കൂടെ അഭിനയിക്കണം, വേലായത്തിലെ ശബ്ദിച്ചേ പോലെ. എന്റെ മോൾക്ക് അത്ര എന്തിനാ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? മോളെ, ഇവന്മാര് തല കുത്തി നിന്നിട്ട് വരെ അങ്ങേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല, പിന്നല്ലേ അഭിനയം? ഇതൊന്നും നടക്കത്തില്ല മോളെ. ഇവന്മാർക്ക് വട്ട് നിങ്ങളുടെ മാമയ്ക്കാം. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന് മനസ്സിലായില്ലേ? പല രാത്രി നിങ്ങൾ വീട്ടിൽ അവരാധം പറയും. ചുമ്മാ ഞങ്ങളെ പെണ്ണുമ്പോൾ അടിച്ചിറക്കി. ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ. വിഷമായോ? നമ്മൾ വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓക്കേ?